ലോകം കൊതിക്കുന്ന ഫുട്ബോൾ കിരീടം. പക്ഷേ ഇത്തവണ ഇത് അഭിമാനത്തിന്റെ മാത്രം പ്രതീകമല്ല, ചരിത്രത്തിലെ ഏറ്റവും വലിയ കോടികളുടെ ജാക്ക്പോട്ടിലേക്കുള്ള സ്വർണ്ണ ടിക്കറ്റാണ്. അതോടൊപ്പം ലോകത്തിലെ ഏറ്റവും വിലമതിക്കപ്പെടുന്ന കായിക ട്രോഫിയായ ഫിഫ വേൾഡ് കപ്പ് ട്രോഫിയും. കോടികൾ കിലുങ്ങുന്ന കാൽപന്താരവത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക്. വിശ്വവേദിയിൽ രാജ്യങ്ങൾ വിജയത്തിനൊപ്പം സ്വന്തമാക്കുന്നത് കോടികളാണ്. 2026 ലോകകപ്പിനായി ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയാണ് ഫിഫ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനായി മൊത്തം വിതരണം ചെയ്യുന്നത് $871 മില്യൺ, അതായത് ഏകദേശം 7300 കോടിയിലധികം രൂപ. 48 ടീമുകൾ പങ്കെടുക്കുന്ന ലോകകപ്പിൽ $655 മില്യൺ, ഏകദേശം 6250 കോടിയാണ് സമ്മാനമായി വിതരണം ചെയ്യുക. അതായത് 2022 ഖത്തർ ലോകകപ്പിന്റെ ഇരട്ടിയോളം വരും ഈ തുക. ലോകകപ്പ് കിരീടം നേടുന്ന ടീമിനാണ് ഏറ്റവും ഉയർന്ന തുക ലഭിക്കുക, $50 മില്യൺ, അഥവാ 477 കോടി ഇന്ത്യൻ രൂപ. രണ്ടാം സ്ഥാനക്കാർക്ക് 315 കോടിയും, മൂന്നാം സ്ഥാനക്കാർക്ക് 277 കോടിയും, നാലാം സ്ഥാനക്കാർക്ക് 258 കോടിയും ലഭിക്കും. ലോകത്തിലെ ഏറ്റവും വിലമതിക്കപ്പെടുന്ന കായിക ട്രോഫി ഏതാണ്? ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ. അത് ഫുട്ബോളിന്റെ രാജാവായ ഫിഫ വേൾഡ് കപ്പ് ട്രോഫി തന്നെയാണ്. വെറും ഒരു കപ്പ് മാത്രമല്ല ഇത്. കോടിക്കണക്കിന് ആരാധകരുടെ സ്വപ്നവും ഒരു രാജ്യത്തിന്റെ അഭിമാനവും പതിറ്റാണ്ടുകളുടെ ഫുട്ബോൾ ചരിത്രവും ചേർന്നൊരു ഇതിഹാസം. 2026 ലോകകപ്പ് ആവേശം നിറഞ്ഞ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ലോക ഫുട്ബോളിന്റെ ഈ സ്വർണ്ണ കിരീടത്തെക്കുറിച്ചുള്ള ചില കൗതുകകരമായ വസ്തുതകൾ വീണ്ടും ചർച്ചയാകുകയാണ്. എന്തൊക്കെയാണ് ആ പ്രത്യേകതകൾ? നമുക്ക് നോക്കാം. 2038 ലോകകപ്പിന് ശേഷം ഫിഫ പുതിയ ട്രോഫി അവതരിപ്പിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ. 36.8 സെന്റിമീറ്റർ ഉയരം, 6.175 കിലോഗ്രാം ഭാരം, 18 കാരറ്റിന്റെ 5 കിലോഗ്രാമിലധികം സ്വർണം, അടിഭാഗത്ത് 2 മനോഹരമായ പച്ച മാലക്കൈറ്റ് കല്ലുകളുടെ വളയങ്ങൾ. ഇതെല്ലാം ചേർന്നതാണ് ഇന്ന് ലോകം ആരാധിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് ട്രോഫി. ഓരോ 4 വർഷം കൂടുമ്പോഴും പുതിയ ചാമ്പ്യന്റെ പേര് ഈ ട്രോഫിയുടെ അടിഭാഗത്ത് മാലക്കൈറ്റ് വളയങ്ങളിൽ കൊത്തിച്ചേർക്കപ്പെടും. എന്നാൽ 2038 വരെയുള്ള വിജയികളുടെ പേരുകൾ രേഖപ്പെടുത്താനുള്ള സ്ഥലം മാത്രമാണ് നിലവിൽ ബാക്കിയുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അതിനാലാണ് 2042 ലോകകപ്പിൽ ഫിഫ പുതിയ ട്രോഫിയുമായി എത്തുമോ എന്ന ചോദ്യം ഫുട്ബോൾ ആരാധകരുടെ ഇടയിൽ ഉയരുന്നത്. ഇനി ഈ ട്രോഫിയുടെ മൂല്യം വിലയിരുത്തുമ്പോൾ അതിലെ സ്വർണത്തിന്റെ വില ഒരു ഘടകം മാത്രമാണ്. സ്വർണത്തിന്റെ നിലവിലെ വിപണി വില അനുസരിച്ച് വേൾഡ് കപ്പ് ട്രോഫിയിലെ സ്വർണത്തിന്റെ മാത്രം മൂല്യം ഏകദേശം 2.5 ലക്ഷം മുതൽ 7 ലക്ഷം US$ വരെ. അതായത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം 2.4 കോടി മുതൽ 6.7 കോടി വരെ. എന്നാൽ ഇത് അതിലെ സ്വർണത്തിന്റെ മെറ്റീരിയൽ മൂല്യം മാത്രമാണ്. ചരിത്രവും പാരമ്പര്യവും സാംസ്കാരിക പ്രാധാന്യവും ഉൾപ്പെടെ കണക്കാക്കുമ്പോൾ യഥാർത്ഥ ഫിഫ വേൾഡ് കപ്പ് ട്രോഫിയുടെ മൂല്യം $20 മില്യൺ, അതായത് 170 കോടിയിലേറെയാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇനി ഈ ട്രോഫിയുടെ ചരിത്രത്തിലേക്കൊന്ന് എത്തി നോക്കിയാൽ, ഒരിക്കൽ ലോകകപ്പ് ട്രോഫി മോഷണം പോയിട്ടുണ്ട്. പക്ഷേ ഇതിനു പിന്നിലുള്ള വസ്തുത അത് ഇന്നത്തെ ഫിഫ വേൾഡ് കപ്പ് ട്രോഫിയല്ല. 1930 മുതൽ, അതായത് ലോകകപ്പ് ഫുട്ബോളിന്റെ ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ജൂൾസ് റിമേ ട്രോഫിയായിരുന്നു അത്. 1970 ബ്രസീൽ 3ാം ലോകകപ്പ് നേടിയതോടെ ആ ട്രോഫി സ്ഥിരമായി ബ്രസീലിന് കൈമാറി. എന്നാൽ 1983 ബ്രസീലിൽ സൂക്ഷിച്ചിരുന്ന ആ ട്രോഫി ദുരൂഹമായി മോഷണം പോയി. ഇന്നുവരെ അത് കണ്ടെത്താനായിട്ടില്ല. നമ്മൾ ഇന്ന് കാണുന്ന പുതിയ ട്രോഫി രൂപകൽപ്പന ചെയ്തത് 1974 ഇറ്റാലിയൻ ശില്പി സിൽവിയാവോ ഗസാനിഗയാണ്. 2 മനുഷ്യർ ഭൂമിയെ ഉയർത്തിപ്പിടിക്കുന്ന ആ രൂപം ഇന്ന് ലോക ഫുട്ബോളിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രതീകങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. ബുള്ളറ്റ് റെസിസ്റ്റന്റ് ഗ്ലാസ്, പ്രത്യേക സുരക്ഷാ ബോക്സ്, 24 മണിക്കൂറും നിരീക്ഷണം.
ലോകത്തിലെ ഏറ്റവും വിലമതിക്കപ്പെടുന്ന കായിക ട്രോഫിക്കായി ഒരുക്കിയിരിക്കുന്ന സുരക്ഷയും അത്ര തന്നെ അസാധാരണമാണ്. ഈ ട്രോഫിക്ക് സ്വന്തം സുരക്ഷാ സംഘവുമുണ്ട്. സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിലുള്ള ഫിഫ മ്യൂസിയത്തിലാണ് ഇത് സൂക്ഷിക്കുന്നത്. ലോകകപ്പ് അടുക്കുന്ന ഘട്ടങ്ങളിൽ പൊതുപ്രദർശനങ്ങൾക്കും ട്രോഫി ടൂറുകൾക്കുമായി പുറത്തേക്കെത്തിക്കുമ്പോൾ VIP പരിരക്ഷയോടെയും അതീവ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് ഓരോ യാത്രയും. ഫിഫ ലോകകപ്പ് ട്രോഫിയുടെ ആഗോള പര്യടനത്തിനായി പ്രത്യേക വിമാനം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ട്രോഫി ടൂറിൽ ടൈറ്റാൻ എയർവേസിന്റെ എയർബസ് A320-200 വിമാനമാണ് ഇതിനായി സജ്ജമാക്കിയത്. ലോകകപ്പിന്റെ ഔദ്യോഗിക സ്പോൺസർമാരായ കൊക്കക്കോളയും ഫിഫയും ചേർന്നാണ് ഈ യാത്ര ഏകോപിപ്പിക്കുന്നത്. ഇനി ഏറ്റവും കൗതുകകരമായ ഒരു നിയമം. ഈ ട്രോഫിയിൽ എല്ലാവർക്കും അങ്ങ് സ്പർശിക്കാൻ അനുമതിയില്ല. ഫിഫയുടെ കർശനമായ പ്രോട്ടോകോൾ പ്രകാരം ലോകകപ്പ് ജേതാക്കളായ കളിക്കാർ, വിജയിച്ച ടീമിന്റെ പരിശീലകർ, രാജ്യത്തലവന്മാർ, ഫിഫയുടെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് യഥാർത്ഥ ട്രോഫിയിൽ കയ്യുറകളില്ലാതെ സ്പർശിക്കാൻ അനുമതിയുള്ളത്. ഫൈനൽ മത്സരത്തിലെ ആഘോഷങ്ങൾ അവസാനിച്ചാൽ യഥാർത്ഥ ഫിഫ വേൾഡ് കപ്പ് ട്രോഫി വീണ്ടും ഫിഫയുടെ സംരക്ഷണത്തിലേക്ക് മടങ്ങും. ലോകകപ്പ് ജേതാക്കളായ രാജ്യത്തിന് സ്ഥിരമായി ലഭിക്കുന്നത് യഥാർത്ഥ ട്രോഫിയല്ല, അതിന്റെ സ്വർണം പൂശിയ ഔദ്യോഗിക റെപ്ലിക്കയാണ്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ കൊതിക്കുന്ന ആ യഥാർത്ഥ ട്രോഫി ഒരു രാജ്യത്തിന്റെയും സ്ഥിരം സ്വത്താകുന്നില്ല. ഫിഫ വേൾഡ് കപ്പ് ട്രോഫിയുടെ യഥാർത്ഥ വില അതിലെ സ്വർണത്തിലല്ല, അതിനായി കളിക്കാർ നൽകിയ വിയർപ്പിലും സഹിച്ച കണ്ണീരിലും നടത്തിയ ത്യാഗങ്ങളിലും ഒരു രാജ്യത്തിന്റെ സ്വപ്നങ്ങളിലും ഒരു തലമുറയുടെ പ്രതീക്ഷകളിലുമാണ്. അങ്ങനെ ഓരോ ലോകകപ്പും അവസാനിക്കുമ്പോൾ ഒരു ചാമ്പ്യൻ മാത്രമല്ല പിറക്കുന്നത്, ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിൽ മായാത്ത മറ്റൊരു ഓർമ്മ കൂടി എഴുതപ്പെടുകയാണ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.